Well, it's elections in Kerala and CPM-led Left Front is defending its last bastion. Leading that from the front is Pinarayi Vijayan, the Chief Minister of Kerala, who joins us right now. Thank you, Chief Minister, for talking to NDTV. Welcome to Dharmada. Welcome. Thank you so much, sir. So first question to you. So this is a tough fight for the left when you look at India's politics. It's the last bastion. You must be among the few chief ministers in India who upfront said that they will not implement CAA, they will not implement farm laws in Kerala. How do you see the relevance of left politics, of a left Kerala government in Indian politics? ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മുടെ സംഭവവികാസങ്ങൾ പരിശോധിച്ചാൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രസക്തി എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഇതിൽ രണ്ട് ഭാഗമുണ്ട്. അതിൽ ഒരു ഭാഗം നിങ്ങൾ പറഞ്ഞു തന്നെയാണ്. മറ്റൊരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്ത് നടപ്പാക്കുന്ന ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയമുണ്ട്. ആ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുമ്പോൾ രാജ്യത്തിൻ്റെ സാഹചര്യം നോക്കിയാൽ രാജ്യത്തുള്ള BJP നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ അതേ നയമാണ് പിന്തുടരുന്നത്. BJPയോടൊപ്പം നിൽക്കുന്ന കക്ഷികളുണ്ട്. ആ സംസ്ഥാനങ്ങളും അതേ നയമാണ് പിന്തുടരുന്നത്. പിന്നെയുള്ളത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്. ആഗോളവൽക്കരണ നയത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ്സിന് BJPയുടെ നയത്തിൽ നിന്നൊരു ഭിന്നതയില്ല. കാരണം കോൺഗ്രസ്സാണ് ആഗോളവൽക്കരണ നയം രാജ്യത്ത് ആദ്യം നടപ്പാക്കുന്നത്. ഉദാരവൽക്കരണ നയത്തിൻ്റെ ഭാഗമായുള്ള നടപടികൾ കോൺഗ്രസ്സാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നടപടികളിൽ കോൺഗ്രസ്സിന് ഭിന്നതയില്ല. കേരളത്തിൻ്റെ അനുഭവം എടുത്താൽ തൊട്ട് മുൻപ് 2016 മുൻപ് ഇവിടെ UDF ഗവൺമെൻറ് ആയിരുന്നല്ലോ. ആ ഗവൺമെൻറ് ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നടപടികളാണ് ഇവിടെ സ്വീകരിച്ചു വന്നത്. ഇതാണ് ഇന്ത്യയുടെ ചിത്രം. ഇതായാൽ കേരളം ഒഴികെയുള്ള മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും. അപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഒരു ഗവൺമെൻറ്, ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾക്ക് ബദലായുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ ദേശീയ രാഷ്ട്രീയ തലത്തിൽ തന്നെ അതീവ താല്പര്യത്തോടെ കാണുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്. രണ്ടാമത്തെ ഭാഗം വർഗീയതയുമായി ബന്ധപ്പെട്ടത്. വർഗീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വലിയ തോതിലാണ് BJP ശ്രമിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക്, രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണെങ്കിലും ആ പാർട്ടി മതനിരപേക്ഷതക്കും മതനിരപേക്ഷത ഉറപ്പ് നൽകുന്ന ഭരണഘടനയ്ക്കും എതിരായിട്ടാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷതയെയും ഭരണഘടനയെയും തകർക്കുന്ന ഒട്ടേറെ നടപടികൾ അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ്. കേരളത്തെ സംബന്ധിച്ചെടുത്താൽ കേരളത്തിലെ LDFും LDF ഗവൺമെൻറ്റും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെ വന്നു ആ ഘട്ടത്തിലൊക്കെ ജനങ്ങൾക്ക് അനുകൂലമായും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുമുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. BJP ഉയർത്തിക്കൊണ്ടുവരുന്ന വർഗീയ താല്പര്യങ്ങൾ ശക്തമായി എതിർക്കുന്ന നില കേരളം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമത്തെ അടക്കം എതിർത്തത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്, CAA ഉണ്ട്, പൗരത്വ ഭേദഗതി നിയമത്തെയും എതിർത്തു. ഇവിടെ നടപ്പാക്കില്ല എന്നും പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇത് കഴിഞ്ഞ ഉടനെയൊക്കെ ഇത് നടപ്പാക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഇവിടെ അത് നടക്കില്ല, ഇവിടെ നടപ്പാക്കില്ല.
അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം, അത് ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ഇത്തരം തെറ്റായ നയങ്ങൾക്കെതിരെ മതനിരപേക്ഷതയെ തകർക്കുന്ന, ഭരണഘടനയെ തകർക്കുന്ന, വർഗീയത ഉയർത്തിക്കൊണ്ടുവരുന്ന, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഇത്തരം നയങ്ങൾക്കെതിരെ ചെറുതും വലുതുമായുള്ള ഒട്ടേറെ പ്രസ്ഥാനങ്ങളാണ് രാജ്യത്ത് വളർന്നു വരുന്നത്. അതെല്ലാം കൂടിയാൽ ഒരു മഹാശക്തിയാണ്. ആ മഹാശക്തി കേരളത്തിൽ ഇതിനെതിരെ സ്വീകരിക്കുന്ന നിലപാട് ദുർബലപ്പെട്ടുകൂടാ എന്ന് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു പിന്തുണയും ഞങ്ങൾക്കുണ്ട് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. Right. Chief Minister, the opposition in Kerala, whether it be the Congress-led principal opposition or the BJP, they have been raising several allegations of corruption against you, your government. And you have repeatedly in press conferences denied that, refuted that, called that baseless. You have even lashed out at the BJP at the center for using probe agencies for elections. How do you see all of this impact voters, impact this election? നമ്മുടെ രാജ്യത്തായാലും ലോകത്തായാലും വളർന്നു വന്നിട്ടുള്ള ഒരു സംസ്കാരമുണ്ട്. അത് അധികാര കേന്ദ്രത്തിൻ്റെ ഭാഗമായി അഴിമതി പലയിടത്തും വളർന്നു വരുന്നതാണ്. ഇതിൽ വളരെ ചുരുക്കം എക്സംഷണൽ കേസ് മാത്രമേ ഉള്ളൂ. അല്ലാത്തതൊക്കെ ഈ നിലയിലാണ്. ഇപ്പോൾ BJPയുടെ ദേശീയ പ്രസിഡന്റ് തന്നെ നേരത്തെ കൈക്കൂലി വാങ്ങുമ്പോൾ പിടികൂടപ്പെട്ടത് ഓർമ്മയുണ്ടല്ലോ. രാജ്യത്ത് ഏതെങ്കിലും ഒരു ദേശീയ പാർട്ടിയുടെ തലവൻ അഴിമതിക്ക് പിടികൂടപ്പെട്ടുവെങ്കിൽ അത് BJPയുടേതാണ്. അതിൻ്റെ അർത്ഥം മറ്റ് ചില പാർട്ടികളൊക്കെ ഹരിശ്ചന്ദ്രന്മാരാണെന്നല്ല. ഇങ്ങനെയുള്ളൊരു നില പൊതുവെയുണ്ട്. എന്നാൽ ഇടതുപക്ഷവും ഇടതുപക്ഷ സംസ്കാരവും വേറിട്ട് നിൽക്കുന്നതാണ്. അത് അഴിമതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ 2016 നമ്മുടെ സംസ്ഥാനം വലിയ തോതിലുള്ള അഴിമതി പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോൾ നാണം കെട്ടുപോയി നാട്. അപ്പോൾ കേരളീയർ, ലോകത്താകെയുള്ള മലയാളികൾ വല്ലാതെ മനം നൊന്തു. അവരെല്ലാം ആഗ്രഹിച്ച് ഇതിനൊരു മാറ്റം വരണം. ഞങ്ങൾ അധികാരത്തിൽ വന്ന് LDF ഗവൺമെൻറ് പ്രവർത്തനം ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ അഴിമതി പല തലങ്ങളിൽ അവസാനിക്കുന്ന നില വന്നു. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം എന്ന പ്രശംസ പിടിച്ചു പറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അത് ഇന്ത്യ രാജ്യം തന്നെ അംഗീകരിച്ച കാര്യമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത അഴിമതി കുറഞ്ഞു എന്നതല്ല, നമ്മുടെ രാജ്യത്ത് അഴിമതി ഇല്ലാത്തൊരു സംസ്ഥാനം കേരളം, അങ്ങനൊരു സംസ്ഥാനമുണ്ട് എന്ന് രാജ്യാന്തര തലത്തിലും കേൾക്കുന്ന നിലവന്നു. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ ബഹുരാഷ്ട്ര കമ്പനികളടക്കം ഇങ്ങോട്ട് വരികയാണ്. എന്താ കാരണം? അവരൊരു പ്രോജക്റ്റിൽ നിക്ഷേപിക്കുന്ന തുക അതിൻ്റെ ഒരു ഭാഗവും വേറെ വഴിക്ക് പോകില്ല. അഴിമതി ഉണ്ടെങ്കിൽ വേറെ വഴിക്ക് പോകും. അഴിമതി ഇല്ലാത്തതുകൊണ്ട് ആ തുക മുഴുവൻ ഇവിടെ അതേപോലെ നിക്ഷേപിക്കാം. ഇത് കേരളത്തിന് പുതിയ അവസരമായിട്ട് വരികയാണ്. അഴിമതിയുടെ കാര്യത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. അഴിമതി പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതും പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന നിലയാണ് ഞങ്ങളെടുക്കുക. എപ്പോഴാണ് അഴിമതി പ്രശ്നം ഉയർന്നത്? അത് ചിന്തിക്കേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒന്നും പറയാനില്ല, ഒന്നും പറഞ്ഞ് എതിർക്കാനില്ല. അപ്പോൾ അഴിമതി പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നു. അതാണ് ഉണ്ടായത്. ഇപ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഉയർത്തുന്ന നില വന്നിട്ടുണ്ട്. അതിൽ ഞങ്ങളൊട്ടും ആശങ്കപ്പെടുന്നില്ല. കാരണം ഞങ്ങളെ നാടിനും ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദുരാരോപണങ്ങളൊന്നും ഒരു തരത്തിലും അംഗീകരിക്കപ്പെടില്ല. അതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ഈ നുണപ്രവാഹത്തിൽ ഒഴുക്കിക്കളിയാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ജനങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെ നിന്നു. ഏതെങ്കിലും ഒരു വിഭാഗമല്ല, ജനങ്ങളാകെ, എല്ലാ വിഭാഗങ്ങളും. അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഏതെങ്കിലും പ്രദേശമല്ല,
എല്ലാ പ്രദേശങ്ങളും ഞങ്ങളുടെ കൂടെ വന്നു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ആരോപണങ്ങൾ ബോധപൂർവം ഉന്നയിക്കുന്നവയാണ്. ബോധപൂർവം ഉന്നയിക്കുന്നതാണ് എന്ന് ഞങ്ങൾ പറയേണ്ടതില്ല, നാടിനത് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് നാട്ടുകാരത് മുഖവിലക്കെടുക്കാത്തത്. Chief Minister, 5 years of being in power, unprecedented natural calamities. We had 2 floods, we had Nipah, COVID pandemic, Oki, several of these issues. Now, Chief Minister, what are your main takeaways? You know, being a Chief Minister, you led from the front. One of your personality traits emerged where every time you would come on a press conference, give out details at 6 p.m. to all the public during crucial times. You were leading from the front. What are your, in a crux, what do you see the left's role during this crisis? Did it stand up to what it promised? The opposition says no. ദുരന്തങ്ങൾ ചിലപ്പോൾ സംഭവിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ കാലയളവിൽ കേരളത്തിന് സംഭവിച്ചത് തുടർച്ചയായ ദുരന്തങ്ങളാണ്, വലിയ ഇടവേളയില്ലാതെ. നിങ്ങൾ പറഞ്ഞതുപോലെ ഓക്കി, നിപ, നൂറ്റാണ്ടിലെ മഹാപ്രളയം, പിന്നീട് വന്ന അതിരൂക്ഷമായ കാലവർഷക്കെടുതി, പിന്നീട് ഇപ്പോൾ തുടരുന്ന കോവിഡ്, ഇതിനൊന്നും വലിയ ഇടവേളയുണ്ടായില്ല. ഞങ്ങൾ ഈ ദുരന്തങ്ങളെ അതിജീവിച്ചല്ലേ പറ്റൂ. നാടിന് നിലനിൽക്കണ്ടേ. നാടിൻ്റെ ചില ഭാഗങ്ങൾ തകർന്നു പോകുന്ന നില വന്നിട്ടുണ്ട്. ഞങ്ങളതിൽ ശ്രമിച്ചത് നാടിനെയും നാട്ടുകാരെയും ഒന്നിച്ചു നിർത്തി ഒരുമയോടെ നേരിടുക എന്നുള്ളതാണ്. പിന്നെ കാര്യങ്ങൾ നാട്ടിനെ പൂർണ്ണമായി ധരിപ്പിക്കുക. എന്താണ് പ്രശ്നങ്ങൾ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ ആകെ അറിയിക്കുക. ഇതാണ് നമ്മൾ സ്വീകരിച്ച നിലപാട്. അതിന് ഫലമുണ്ടായി എന്നാണ് കരുതുന്നത്. നാടാകെ ഒന്നിച്ചു നിന്നു. അത് കേരളത്തെ ശ്രദ്ധിച്ച മറ്റ് നാട്ടുകാർ, മറ്റ് രാജ്യക്കാർ എല്ലാം ഒരു ദുരന്തത്തിൽ ഇത്രമാത്രം ഐക്യത്തോടെ ഒരുമയോടെ നിന്ന ജനങ്ങൾ, അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന ഒരു നില പൊതുവെ സ്വീകരിക്കപ്പെട്ടു. പിന്നെ ഞങ്ങൾ ചെയ്തത് പരമ്പരാഗതമായി ദുരന്തത്തിന് നൽകുന്ന സഹായങ്ങളുണ്ട്. അത് വളരെ ചെറുതാണ്. ആ ചെറിയ സഹായങ്ങൾ ഞങ്ങളങ്ങ് തിരുത്തിക്കുറിച്ചു. ഇപ്പോൾ ഓക്കിയാണ് ആദ്യം നേരിട്ട ദുരന്തം. ഓക്കിയുടെ ദുരന്തം വന്നപ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സഹായ പാക്കേജാണ് LDF സർക്കാർ തീരുമാനിച്ചത്. 20 ലക്ഷം രൂപ ഒരു ജീവൻ നഷ്ടപ്പെട്ട കുടുംബത്തിന്, കടലിൽ കാണാതായ ആളുടെ കുടുംബത്തിന് കൊടുക്കുന്ന നിലയുണ്ടായി. അതേവരെ ഒരു സംസ്ഥാനവും അത്തരമൊരു തുക കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ വീട് നഷ്ടപ്പെട്ടവർക്ക്, അത് പിന്നെ അവിടെ വീട് വെക്കാൻ പറ്റില്ല, വേറെ സ്ഥലത്ത് വീട് വെക്കേണ്ടി വരും, അവർക്ക് 10 ലക്ഷം രൂപ കൊടുക്കുന്ന നിലയെടുത്തു. ഇതിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ് കണക്കാക്കിയിട്ടുള്ളത് വളരെ ചെറിയ തുകയാണ്. ഇത് തന്നെ പിന്നീട് നടന്ന എല്ലാ ദുരന്തങ്ങളിലും ഞങ്ങൾ ആവർത്തിച്ചു. ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നടപടികളാണ് സ്വീകരിച്ചത്. അത് ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങളോടൊപ്പം ദുരന്തഘട്ടത്തിൽ പൂർണ്ണമായി നിൽക്കുക, അവരെ സംരക്ഷിക്കാൻ, സഹായിക്കാൻ, അതിൽ നിന്ന് അതിജീവനം നേടാൻ എല്ലാമുള്ള എല്ലാ ശ്രമങ്ങളുമാണ് ഗവൺമെൻറ് നടത്തിയത് എന്ന് പൂർണ്ണമായും ജനങ്ങൾക്കറിയാം. പക്ഷേ നിർഭാഗ്യകരമായൊരു കാര്യമുണ്ടായത്, കേരളത്തിലെ പ്രതിപക്ഷം ഈ ഓരോ ഘട്ടത്തിലും ഇതിനെതിരായ നിലപാട് സ്വീകരിച്ചു. ഓരോ കാര്യത്തിലും. അത് എന്താണ് അവരെ പ്രേരിപ്പിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ പ്രളയഘട്ടം വന്നപ്പോൾ അവർ പറഞ്ഞത് ഇത് പ്രളയം വന്നത് ഡാം തുറന്നുകൊണ്ടാണെന്ന്. ഗവൺമെൻറ്റാണ് ഇതിന് ഉത്തരവാദി. എല്ലാ വിദഗ്ധ ഏജൻസികളും, അന്താരാഷ്ട്ര തലത്തിലുള്ളത്, ദേശീയ തലത്തിലുള്ളത്, നമ്മുടെ മദ്രാസ് IIT പോലുള്ളത്, അവരെല്ലാം പഠനം നടത്തി പറഞ്ഞു ഈ ദിവസങ്ങളിൽ അതിതീവ്ര മഴയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി കുത്തിയൊലിച്ചു വരുന്ന മലവെള്ളപ്പാച്ചൽ അതിനെ തടുത്തു നിർത്താനാവില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഡാം ക്രോമായി തുറന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയായ നടപടിയാണ്. ഇതിൻ്റെ ഇത് ഡാം തുറന്നുകൊണ്ടല്ല വെള്ളപ്പൊക്കം ഉണ്ടായത്. വെള്ളപ്പൊക്കം ഉണ്ടായതിൻ്റെ ഭാഗമായി വെള്ളം ക്രമീകരിക്കാൻ വേണ്ടി ഡാം തുറന്നാണ്. ഇതെല്ലാം വിദഗ്ധർ പറഞ്ഞു. പക്ഷെ അവരെന്നാലും സമ്മതിക്കില്ല. പക്ഷേ നാട്ടുകാർക്ക് അതെല്ലാം ബുദ്ധിയുണ്ട്.
അപ്പോൾ പ്രതിപക്ഷം പരിഹാസ്യമായ നിലപാട് സ്വീകരിച്ചു പോകുന്നു എന്നാണ് കാണാൻ നമുക്ക് കഴിയും. In a yes or a no, Chief Minister, if you come to power, Kerala alternates between a left and a Congress-led government. But if left comes to power, which you all claim you will there be focus on climate change policies? Will the government look at it seriously? LDFന്റെ കാര്യം ഞാൻ പറയാം. ഇത് ഞാൻ തന്നെ വരൂല എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ അതായത് ആര് മുഖ്യമന്ത്രിയാകണമെന്നൊക്കെയുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ LDFന് ക്ലൈമറ്റ് ചേഞ്ച് അതീവ ഗൗരവമായി കാണുന്ന സമീപനമാണുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ള പഠനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ഗൗരവമായി നടത്തുന്നുണ്ട്. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ അതുമായി ബന്ധപ്പെട്ടൊരു വിങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ ഫലപ്രദമായി അതിൽ ഇടപെടാൻ തന്നെയാണ് തീരുമാനം. Yes. Okay, last question, Chief Minister. I know you're busy, you've given us this time. Opposition, the Sabrimala issue is before the court right now. It is sub judice. But opposition in Kerala has gone ahead and started saying what their stand will be, that they will not allow women between menstruating ages to enter temple. They will protect traditions. Left government now saying that let the verdict come out and we will decide after discussing with all stakeholders. താങ്കൾ എങ്ങനെയാണ് ഇത് കാണുന്നത് ഇലക്ഷൻ്റെ സമയത്ത്? Is this now becoming an election issue and not an issue about women's rights? ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമേ അല്ല. ഇത് നേരത്തെ സുപ്രീം കോടതി ഒരു നിലപാടെടുത്തതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നൊരു പ്രശ്നമാണ്. പിന്നീട് സുപ്രീം കോടതി തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇനി അവസാന വിധി വരാനിരിക്കുകയാണ്. ആ അവസാന വിധി വരുമ്പോൾ LDFൻ്റെ സമീപനം എന്താണെന്ന് LDF വ്യക്തമാക്കിയിട്ടുണ്ട്, ഗവൺമെൻറ്റും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ആ അവസാന വിധി നമ്മൾ പൊതുവിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ അടങ്ങുന്ന ഒരു കാര്യമാണെങ്കിൽ എല്ലാവരുമായും ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ ഒരു നിലപാടെടുക്കൂ എന്നത് LDF സർക്കാർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. എല്ലാവർക്കും അത് ബോധ്യമായിട്ടുണ്ട്. പക്ഷേ ചിലർക്ക് ബോധ്യമാവില്ല. ഇതിൻ്റെ ഭാഗമായി എന്തെങ്കിലും തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അതൊന്നും യേശുന്ന കാര്യമല്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇത് നല്ലതുപോലെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്കും ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊരു ആശങ്കയില്ല. Well, thank you so much, Chief Minister, for talking to NDTV. There you have Pinarayi Vijayan, the Chief Minister of Kerala, defending the last bastion of the CPM in India against the principal opposition, that is the Congress-led UDF front. With camera person SP Babu, Sneha Koshi for NDTV.